ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ അർജുൻ്റെയും അഞ്ജലിയുടെയും ജീവിതം മാറി മറിഞ്ഞിരിക്കുകയാണ്. അഞ്ജലിയും അർജുനും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ ചില മണിക്കൂറുകൾക്കുള്ളിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ കല്യാണവും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു, ആളുകളെല്ലാം പോയി. അർജുനും അഞ്ജലിയും ആ സ്റ്റേഡിയത്തിന്, ആ മണ്ഡപത്തിൻ്റെയൊക്കെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അഞ്ജലി ആണെങ്കിൽ വളരെ വിഷമിച്ചിട്ടാണുള്ളത്. അഞ്ജലി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അർജുനും അതുപോലെ തന്നെ. അർജുനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ പുറകിൽ നിൽക്കുകയാണ്. അഞ്ജലി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് പാവം അർജുന അറിയില്ല. അർജുന അടുത്തേക്ക് വരും. അഞ്ജലി, നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ അഞ്ജലി ചോദിക്കും, എങ്ങോട്ടാണ് രാജീവ് പോവുക? ഞാൻ എങ്ങോട്ട് ഇനി പോകും? നമ്മളിനി എങ്ങോട്ട് പോകും രാജീവ്? അഞ്ജലി, എനിക്കറിയാം അഞ്ജലി വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത് എന്ന്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എനിക്ക് മുമ്പിൽ വേറൊരു വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താലി അഞ്ജലിയുടെ കഴുത്തിൽ കെട്ടിയത്. വേറൊരു വഴി എനിക്ക് ആ ഒരു സമയത്തില്ലായിരുന്നു. അഞ്ജലി അപ്പോൾ പറയും, രാജീവ്, എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാനിനി വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഞാൻ അവരോടൊക്കെ ഈ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? എനിക്കറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല രാജീവ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അഞ്ജലി ഭയങ്കര വിഷമത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അർജുനാണെങ്കിൽ ആകെ എന്താ ചെയ്യുക, അതായത് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, എന്ത് ചെയ്യണം എന്നറിയില്ല. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ അർജുനും ഉള്ളത്. അർജുൻ പറയും, ഒരു കാര്യം ചെയ്യൂ അഞ്ജലി, നമുക്ക് ഈ താലി ഇങ്ങോട്ട് അഴിച്ചെടുക്കാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. താൽക്കാലികമായിട്ടാണെങ്കിൽ നമുക്ക് തൽക്കാലം ഈ താലിയും കഴിക്കാം. അത് കേൾക്കുമ്പോഴത്തേന് അഞ്ജലിക്ക് പെട്ടെന്ന് ദേഷ്യം വിഷമമൊക്കെ വരും. താലി അഴിക്കാനോ? ഈ താലിയുടെ പേരെന്തെന്ന് അർജുൻ അറിയാമോ? ഇതാണ് മംഗല്യ സൂത്രം, അതായത് മംഗല്യം അരുളുന്ന സൂത്രം എന്നത്. അങ്ങനെ അഴിച്ചു മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല ഇത്. ഇങ്ങനെ അഞ്ജലി ആകെ ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെ പറയും. അർജുൻ പറയും, അഞ്ജലി, ഇപ്പോൾ തൽക്കാലം ഒരു വഴികളും എൻ്റെ മുമ്പിൽ കാണുന്നില്ല. ഇങ്ങനെ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും കല്യാണം നമ്മുടെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതായിരിക്കും വിധി. ഇനി മുതൽ നീ എൻ്റെ ഭാര്യ തന്നെയാണ്. നിനക്കറിയാലോ, നീ എൻ്റെ ഭാര്യ തന്നെയാണ്. അഞ്ജലി അപ്പോൾ പറയും, എനിക്ക് അർജുനോട് ഒരു കാര്യം പറയാനുള്ളൂ. ആ ഒരു കാര്യം അർജുൻ എന്തായാലും അനുസരിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇനി മുതൽ അർജുൻ്റെ ഭാര്യയാണ്. അത് അർജുൻ അറിയാലോ. ഞാൻ വീട്ടിൽ ചെന്ന്, ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഈ പത്മ കേസൊക്കെ ഒന്ന് കഴിയട്ടെ. ആ ഒരു കേസൊക്കെ കഴിയുന്ന ഒരു സമയത്തേക്ക് ഞാൻ വീട്ടിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അച്ഛൻ എന്താണെങ്കിലും സമ്മതിക്കാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛനെ എന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ അഞ്ജലി പറയും. അപ്പോൾ അർജുനാണെങ്കിൽ ഒരു മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. അർജുനോട് അഞ്ജലി പറയുന്നുണ്ട്, അർജുൻ രാജീവ് വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും സമ്മതം വാങ്ങിയെടുക്കണം. അതിന് രാജീവിനെ കൊണ്ട് പറ്റില്ലേ? എനിക്ക് വാക്കുതാ അങ്ങനെ സാധിക്കുമെന്ന്. ഇനി മുതൽ ഞാൻ രാജീവിൻ്റെ ഭാര്യയാണ്, അത് മറന്നു പോകരുത്. അർജുനാണെങ്കിൽ ഇത് കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം അഞ്ജലിയുടെ സാഹചര്യമല്ല നമ്മുടെ അർജുനുള്ളത്. അവിടെ സമ്മതിപ്പിച്ച് ശംഖചക്രത്തിൽ എടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പരിപാടിയാണ്. അതുകൊണ്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ മൗനമായിട്ട് നമ്മുടെ അർജുൻ നിൽക്കും. ഇത് കാണുമ്പോഴത്തേനും കൂടുതൽ സങ്കടമാവും നമ്മുടെ അഞ്ജലിക്ക്. ഇങ്ങനെ കാണുമ്പോഴത്തേനും അങ്ങനെ ഒരു സീനാണ് നമ്മൾ ആദ്യം കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും പിന്നീട് നടക്കുന്ന സീനുകൾ നമ്മൾ കാണുന്നത് അഞ്ജലിയുടെ വീട്ടിൽ ആകെ സീനായിട്ട് ഇരിക്കുകയാണ്. അത് ഇത്രയും സമയമായിട്ട് അഞ്ജലിയെ കിട്ടുന്നില്ല, കാണുന്നില്ല. ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിന് ശകുന്തളാമ്മ കിടന്നിട്ട് ഇങ്ങനെ വെരുക് പോലെ നടക്കുകയാണ് അഞ്ജലിക്കുട്ടിയെ കാണാത്തതുകൊണ്ട്. അതിനിടയിൽ അഞ്ജലിയുടെ അച്ഛന് ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പുള്ളിക്കാരി അടങ്ങുന്നില്ല. അവൾ എവിടെ പോയി കിടക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ സീനാണ്. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. എന്തുകൊണ്ടാണ് അവൾ വിളിച്ച് ഇതുവരെ ഇങ്ങോട്ട് പറയാത്തത്? ഫോൺ ഓഫാണെങ്കിൽ അവൾക്ക് ഒന്ന് വിളിച്ചിങ്ങോട്ട് പറഞ്ഞുകൂടെ? അവൾ വൈകുമെന്ന്. അവളിങ്ങ് വരട്ടെ, ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശകുന്തളമ്മ ഇങ്ങനെ നടക്കണം. ആയിരിക്കും ആകെ ടെൻഷനാണ് ഇത്രയും നേരമായിട്ട് നമ്മുടെ അഞ്ജലിയെ കാണാത്തത്. എന്താണെങ്കിലും അവരങ്ങനെ കാത്തവിടെ നിൽക്കുന്നു. ഇതിനിടയിൽ നമ്മൾ പിന്നീട് കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ശംഖചക്രത്തിലുള്ള ഒരു സീനാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം പാളിപ്പോയ ഒരവസ്ഥയിൽ ആകെ വിളറി പിടിച്ചിരിക്കുകയാണ് അനുപമ. അപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് അവിടേക്ക് നമ്മുടെ അഭിക്കുട്ടനും കൂടെ വരുന്നുണ്ട്. അഭി ജോലി കഴിഞ്ഞിട്ട് വരികയാണ്. അഭി കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അതായത് കല്യാണം എല്ലാം ചീറ്റിപ്പോയി, നാണം കേട്ടു, ആകെ തലവഴി മുണ്ടിട്ട് കിടക്കേണ്ട അവസ്ഥയായി എന്നുള്ള കാര്യമൊക്കെ അഭി അറിഞ്ഞിട്ടുണ്ട്.
അഭി വരുമ്പോൾ ഇങ്ങനെ വിളറി പിടിച്ച് ഇങ്ങനെ, അതായത് മുഖത്ത് രക്തം വാർന്നു പോയൊരവസ്ഥയിലാണ് അനുപമ നിൽക്കുന്നത്. അപ്പോൾ അനുപമയോട് പറയും, എന്തായി, കാര്യങ്ങളൊക്കെ പാളിപ്പോയില്ലേ, എല്ലാവരെയും നാണം കെടുത്തി, മുണ്ടിട്ട് തലവഴി നടക്കേണ്ട അവസ്ഥ വരുത്തി വെച്ചല്ലേ എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേന് അനുപമയ്ക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു കയറും. അനുപമ പറയും, ഞാനല്ല അതിന് കാരണം, നിങ്ങളുടെ അനിയന. എങ്ങനെ പോകാതിരിക്കും, നിങ്ങളുടെ അനിയനല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അഭി പറയും, എനിക്കും എൻ്റെ അനിയനും കുറച്ച് ആണത്തം കൂടുതലാണ്. ആണത്തം മാത്രമല്ല, ഞങ്ങൾക്ക് ഇച്ചിരി ഒരു എല്ലുകൂടി കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോയത്. അതുകൊണ്ടിപ്പോൾ എന്തായാലും നീയും എല്ലാവരും നാണം കെട്ടല്ലോ, ഞങ്ങളെല്ലാവരും ഇപ്പോൾ തലവഴി മുണ്ടിട്ട് കിടക്കേണ്ട അവസ്ഥ ആയല്ലോ, അത് നീ വരുത്തി വെച്ചല്ലോ. അനുപമ, നീ ഒരു കാര്യം ഓർത്തോ, ഇനി സംഭവിക്കാൻ പോകുന്ന നിന്റെ അധപ്പതനമാണ്. ഇനി നിന്റെ ദിവസങ്ങൾ നീ എണ്ണി കഴിഞ്ഞു. നീ ഈ വീട്ടിൽ നിന്ന് പുറത്താകുന്ന ദിവസം വരാനായിട്ട് പോവുകയാണ്. അവിടെ കുറിപ്പ് നീ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, അയാൾ പക്ക ഗുണ്ടായിസോ അയാളുടെ കയ്യിലുണ്ടെന്ന് നീ ഓർത്തോ. അർജുൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുന്ന നീയാണ്, അതുകൊണ്ട് അർജുൻ അയാൾ വെറുതെ വിടില്ല, ആ കൂട്ടത്തിൽ നിന്നെയും. ഇനി എന്തെങ്കിലും പ്രശ്നം അർജുനുണ്ടായാൽ നിന്നെ ഇവിടെ നിന്ന് ആദ്യം പുറത്താക്കാനായിട്ട് പോകുന്നത് കുറുപ്പായിരിക്കും, അത് നീ ഓർത്ത് വെച്ചോ. അങ്ങനെ അഭി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എരുതിയിൽ എണ്ണ ഒഴിച്ചൊരവസ്ഥയിൽ അനുഭവം അറിയണം. എന്ത് ചെയ്യും, ഉറപ്പായിട്ടും തനിക്കുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് അനുഭവം മനസ്സിലാക്കി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും അഭിക്ക് വളരെ സന്തോഷമായി അനുപമയുടെ ആ ഒരു അധപ്പതനും ആ ഒരു തോൽവിയും ആ കല്യാണം മുടങ്ങിപ്പോയ കാര്യവും മൊത്തത്തിൽ നല്ല സന്തോഷത്തിലാണ് അഭി ഉള്ളത്. എന്താണെങ്കിലും അനുപമ ആകെ ഒരു പെട്ട അവസ്ഥയിലാണ്, ഒന്നും ഉദ്ദേശിച്ച പോലെ നടന്നില്ല. തൻ്റെ മുമ്പോട്ടുള്ള ശംഖുചക്രത്തിലെ ജീവിതവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഇറങ്ങി പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇറക്കി വിടും. അങ്ങനെ ഒരു അവസ്ഥയിലും അനുപമ ഇപ്പം നിൽക്കുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത്, നമുക്കറിയാം അഞ്ജലിയുടെ വീട്ടിൽ അഞ്ജലിയുടെ അച്ഛനും അമ്മയും ആര്യയും കൂടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ അഞ്ജലിക്ക് വേണ്ടിയിട്ട്. ഈ സമയം നമ്മുടെ അർജുനും അഞ്ജലിയും ഓട്ടോയിൽ വന്നിറങ്ങുകയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നിറങ്ങുന്നു. അഞ്ജലി ഓൾറെഡി ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഞ്ജലി വന്നിറങ്ങുമ്പോൾ അർജുൻ വന്ന് അഞ്ജലി ഇറക്കിയിട്ട് പറയും, അഞ്ജലി, അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, എല്ലാം നമുക്ക് വേണ്ട പോലെ സമയത്ത് ചെയ്യാൻ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് നല്ലൊരു ഒരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് നമ്മുടെ അർജുൻ തിരിച്ച് പോകുന്ന സീനാണ്. അഞ്ജലി വീട്ടിലേക്ക് നടക്കുമ്പോൾ താലി എപ്പോഴും കിടക്കുകയാണ്. ഓൾറെഡി ഒരു മാലയുണ്ട്, അതിന് പുറമെയാണ് ഒരു താലി കിടക്കുന്നത്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി ചുരിദാറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ടിട്ടാണ് നമ്മുടെ അഞ്ജലി വീട്ടിൽ കയറി വരുന്നത്. ആകെ മുഖത്ത് ടെൻഷനൊക്കെയാണ് അഞ്ജലിക്ക്. ഈ സമയം കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു, ഞങ്ങളോടൊന്നും പറയില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ട്. അപ്പോൾ അഞ്ജലിക്ക് ആകെ ടെൻഷനായി. ഈശ്വര, ഇവരെല്ലാവരും ഇത് അറിഞ്ഞോ എന്നോർത്ത് ടെൻഷനാവും. പിന്നെ മനസ്സിലാവും ഇത് പത്മയുടെ കാര്യമാണ് പറയുന്നതെന്ന്. അപ്പോൾ അതായത് പത്മേനെ കൊണ്ട് ദൂരേക്ക് വിട്ടല്ലോ, അത് ആക്ച്വലി അമ്പാടിയുടെ കൂടെയാണ് വിട്ടിട്ടുള്ളത്. അഞ്ജലിയാണ് കൊണ്ടുപോയത് എന്ന് വിചാരിച്ച് എല്ലാവരും ഇരിക്കുക. പക്ഷേ ഇന്ന് നടന്നത് വേറെ കഥകളാണെന്ന് അവർക്കാർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതാണ് സംഭവം എന്ന് മനസ്സിലായപ്പോൾ അഞ്ജലിക്ക് ഒരു ആശ്വാസമായി. അപ്പോൾ അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പിന്നെ അമ്മയുടെ പൊട്ടിത്തെറിയും ബഹളങ്ങളുമാണ്. നീ എവിടെ പോയി കിടക്കുകയായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ സീൻ അവിടെ നടക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ അച്ഛൻ, അഞ്ജലിയുടെ അച്ഛൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ സീനൊക്കെ ആയിട്ട് നിൽക്കും. എന്നാലും അഞ്ജലിക്ക് മൊത്തം ടെൻഷനാണ്. പക്ഷേ ഇതിനിടയിൽ അഞ്ജലിക്ക് പറ്റി വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സിന്ദൂരം മായ്ച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സിന്ദൂരം ഇങ്ങനെ ഇരിക്കുന്ന, ഒരുപക്ഷെ മായ്ക്കാൻ നോക്കിയിട്ട് ഫുള്ളായിട്ട് മായാത്തതായിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആട്ടിന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ അകത്തേക്ക് പോകാനായിട്ട് പോകുന്ന സമയം അമ്മ എന്തോ ഒരു കാര്യം നോട്ട് ചെയ്തു എന്ന രീതിയിൽ തിരിച്ചിറങ്ങി വരും. നിക്കടി എന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഒരു സീനോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ള. വളരെ ഒരുപാട് സംഭവ വികാസങ്ങളൊന്നും ഇല്ലെങ്കിലും മുമ്പോട്ടുള്ള അഞ്ജലിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നിറഞ്ഞ ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. എന്താണെങ്കിലും കാത്തിരുന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണുക. രാത്രിയിൽ നമ്മൾ പ്രൊമോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. എന്താണെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.